ഞാൻ നേരത്തെ തന്നെ അത് ആവർത്തിച്ചു പറഞ്ഞു. വർഗീയതയുമായി ഇടതുപക്ഷത്തിന് യാതൊരു ബന്ധവുമില്ല. വർഗീയതയുമായി ഇടതുപക്ഷം യാതൊരു കൂട്ടുകെട്ടും ഉണ്ടാക്കില്ല. അതാണ് എൻ്റെ ഉത്തരം. അത് തന്നെ ഉത്തരം. വർഗീയതയുമായി യാതൊരു കൂട്ടുകെട്ടും ഇടതുപക്ഷത്തിനില്ല. വർഗീയതയുമായി യാതൊരു കൂട്ടുകെട്ടും ഇടതുപക്ഷത്തിനില്ല. ഉത്തരം ഇതാണ്. വർഗീയതയുമായി യാതൊരു കൂട്ടുകെട്ടും ഇടതുപക്ഷത്തിനില്ല. വർഗീയതയുമായി യാതൊരു കൂട്ടുകെട്ടും ഇടതുപക്ഷത്തിനില്ല. ആവർത്തിച്ചോ? അതെ, താങ്കളൊന്നും കൂടി പറഞ്ഞോളൂ. വർഗീയതയുമായി യാതൊരു കൂട്ടുകെട്ടും ഇടതുപക്ഷത്തിനില്ല. വർഗീയതയുമായി യാതൊരു കൂട്ടുകെട്ടും ഇടതുപക്ഷത്തിനില്ല. ജനങ്ങൾക്കൊരു സംശയവുമില്ല. നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ആളുമല്ല. പക്ഷേ ജനങ്ങൾക്കറിയാം വസ്തുതകളൊക്കെ. അല്ല, എൻ്റെ ഉത്തരം ചാനലിൽ വന്നാൽ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടോ? എൻ്റെ ഉത്തരം അതാണ്. വർഗീയതയുമായി ഇടതുപക്ഷത്തിന് കൂട്ടുകെട്ടില്ല. അതേ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പല സ്ഥാനാർത്ഥികളും ഇടതുപക്ഷം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ പറഞ്ഞു SDPIയുടെ വോട്ട് വേണം. കാസർഗോഡ് ജില്ലയിൽ ഒരാളാണ് അത്. മറ്റാരുമല്ല, മഞ്ചേശ്വരത്ത് നിന്ന് മത്സരിക്കുന്ന UDFൻ്റെ സ്ഥാനാർത്ഥിയാണ്. അതിപ്പം മാധ്യമങ്ങളിൽ വന്നല്ലോ. അതെ, AKM അഷ്റഫ് കൃത്യമായി എല്ലാ വർഗീയ ശക്തികളുമായുള്ള ബന്ധം വേണമെന്ന് വാദിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിലും സാന്നിധ്യത്തിലും ആ പൈവളികെ, പുത്തികെ ഇവിടങ്ങളിലെല്ലാം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ BJPയുമായി ചേർന്ന് കൂട്ടുകെട്ടുണ്ടാക്കിയത്. ആര് നൽകിയ പരാതിയിലാണ് ആ റെയ്ഡെന്ന് വ്യക്തമാക്കേണ്ടത് ഇലക്ഷൻ അധികൃതരാണ്. പക്ഷേ ആ റെയ്ഡ് നടന്നപ്പോൾ റെയ്ഡിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു മഹസർ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ മഹസർ സ്റ്റേറ്റ്മെന്റ് ആ സ്ഥാപന മേധാവി ആവശ്യപ്പെട്ടതുകൊണ്ട് അവർക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഇപ്രകാരമാണ് പറയുന്നത്: ലഭിച്ച വിശ്വാസയോഗ്യമായ വിവരത്തിൽ പറഞ്ഞതായ വിവരങ്ങൾ ലഭ്യമായി കാണപ്പെട്ടിട്ടില്ലാത്തതാണ്. മറ്റ് 3 കമ്പ്യൂട്ടർ സിസ്റ്റം പരിശോധിച്ചതിൽ ID കാർഡ് സംബന്ധമായ മറ്റ് വിവരങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലാത്തതാണ്. തുടർന്ന് കമ്പ്യൂട്ടർ ടേബിളിലും മറ്റുമുള്ള രേഖകളും ബുക്കുകളും പരിശോധിച്ചതിലും റൂമിന്റെ കിഴക്ക് തെക്ക് ഭാഗത്തുള്ള ടേബിളുകളും മറ്റും പരിശോധിച്ചതിലും തെക്ക് പടിഞ്ഞാറേ മൂലയിലുള്ള 2 പ്രിന്റർ മെഷീനുകൾ പരിശോധിച്ചതിലും വിവരത്തിൽ പറഞ്ഞതായ ഇലക്ഷൻ ID കാർഡുകളോ ആധാർ കാർഡുകളോ സംബന്ധിച്ച രേഖകൾ ഒന്നും കണ്ടെത്താൻ ഇല്ലാത്തതാണ്. ഇല്ലെന്ന് സാക്ഷികളുടെ സാന്നിധ്യത്തിൽ നടത്തിയ പരിശോധന ഈ സമയം 20:10 മണിക്ക് അവസാനിപ്പിച്ചിട്ടുള്ളതാണ്. സാക്ഷികൾ താഴെ ഒപ്പിടുന്നു. ഒരു ധനകാര്യ സഹകരണ സ്ഥാപനത്തിൽ വന്ന് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശത്തെ തുറന്ന് റെയ്ഡ് നടത്തിയ പോലീസ് റെയ്ഡിൽ യാതൊന്നും കണ്ടെത്തിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തതും തുടർന്ന് ആ പരാതിയുടെ കോപ്പി കൂടി അറ്റാച്ച് ചെയ്ത് ഹൈക്കോടതിയെ സമീപിച്ചതും UDFന്റെ കോടാലിക്കൈയായി തളിപ്പറമ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. സ്വാഭാവികമായും ഇലക്ഷൻ കമ്മീഷൻ പോലീസിന് ഒരു നിർദ്ദേശം നൽകുമ്പോൾ ആ സോഴ്സ് എവിടെയെന്ന് അവർ പറഞ്ഞിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഭാഗമായുള്ള മറ്റ് ഹർജികൾ പരിശോധിച്ചാൽ അതിൻ്റെ പിന്നിൽ UDFൽ ചേക്കേറിയ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കുന്നയാളുടെ പങ്കും ഉണ്ടെന്ന് സംശയിക്കത്തക്ക നിലയിലാണ് സാഹചര്യം. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതും ഒരു സഹകരണ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുമ്പോൾ, ആ സഹകരണ സ്ഥാപനത്തെ തകർക്കും വിധത്തിൽ ആവാതിരിക്കാനും നോക്കണമല്ലോ.
പണമിടപാട് സ്ഥാപനമല്ലേ. പണമിടപാട് സ്ഥാപനത്തിൽ ഒരു റെയ്ഡ് നടത്തുമ്പോൾ അവിടെ കള്ളപ്പണം ഉണ്ടെന്ന് ആ സ്ഥാപനവുമായി ദൈനംദിനമായ പണമിടപാട് നടത്തുന്ന ആളുകളുടെ ഇടയിൽ തെറ്റായ ഒരു സന്ദേശം കൊടുക്കുകയല്ലേ ചെയ്യുക. അതുകൊണ്ട് സോഴ്സ് ഏതെന്ന് വ്യക്തമാക്കുന്നില്ലെങ്കിലും ഞങ്ങൾ അവിടെ റെയ്ഡ് നടത്തിയത് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശാനുസരിച്ചാണെന്നും അത് കള്ളപ്പണം കണ്ടെത്താൻ വേണ്ടിയല്ലെന്നുമുള്ള ഒരു പ്രതികരണമെങ്കിലും ഇലക്ഷൻ അധികൃതർ നടത്തേണ്ടതുണ്ട്, പോലീസും നടത്തേണ്ടതുണ്ട്. ഓക്കെ.